പത്രമാസികകൾ ഉപയോഗിക്കവേ ദൈവസ്നേഹത്തിന്റെ പരിശുദ്ധ വെളിച്ചം പകരാൻ ഈ സന്ദേശത്തിന് കഴിയുമെങ്കിൽ അതൊട്ടും ചെറുതല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിടത്ത് സമാധാനത്തിന്റെ പ്രാവുകളെ പറപ്പിക്കുന്നു. അതിന്റെ അടിത്തട്ടിലുള്ള ഭൂഗർഭത്തിൽ സമാധാനത്തിനായുള്ള ചർച്ചകൾ നടക്കുന്നു. ഇല്ല, ഇരുട്ടിൽ തപ്പിത്തടഞ്ഞുകൊണ്ട് സമൂഹത്തിന് നീതിക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ അതൊന്നും സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് അങ്ങേയറ്റം പരമാർത്ഥമായി നിലകൊള്ളുന്നത്. ഇന്ത്യയിലെ സാമൂഹ്യ സ്ഥാപനങ്ങൾ എന്നറിയപ്പെടുന്നത് 3 ഘടകങ്ങളാണ്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ 3 കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. 1 കുടുംബം, 2 വിവാഹം, ബന്ധുത്വം. ഒന്നും കൂടി ഞാൻ പറയാം. പ്രാരംഭത്തിൽ 1 വിവാഹം, 2 കുടുംബം, 3 ബന്ധുത്വം. എന്താണ് വിവാഹം എന്ന് പറയുന്നത്? ഒരു സ്ത്രീയും പുരുഷനും സമൂഹത്തിന്റെ അനുവാദത്തോടു കൂടി ഒന്നിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്നതിന് വിവാഹം എന്ന് പറയുന്നു. സ്നേഹിക്കുന്ന ഭർത്താവും കീഴ്പ്പെടുന്ന ഭാര്യയും അനുസരിക്കുന്ന മക്കളും ഉണ്ടെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹമാണ് കുടുംബം എന്ന് പറയുന്നത്. ക്ഷമിക്കണം, ഒരു വാക്കൊന്നും കൂടി തിരുത്തി പറയാം. ഈ കീഴ്പ്പെടുക എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അടിമ എന്നല്ല, വിനയഭാവമുള്ളവരാകുക. അത് ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. രണ്ടുപേരും തമ്മിൽ സ്നേഹിക്കുക, ബഹുമാനിക്കുക എന്ന് പറയുന്ന ഒരു വസ്തുത. അപ്പോൾ തന്നെ കുറച്ച് നാളുകൾക്ക് മുൻപില് ഒരു സാമൂഹ്യ സംഘടന ഒരു സർവേ നമ്മുടെ കേരളത്തിനകത്ത് നടത്തി. കേരളത്തിലുള്ള കുടുംബങ്ങളെ 3 തസ്തികകളാക്കി അവര് വിഭജിച്ചു. അതിനകത്ത് ആ 3 തസ്തികകൾ 1, 2 എന്ന ക്രമത്തിൽ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഒന്ന് പറയാം. 1 നീറിപ്പുകയുന്ന കുടുംബങ്ങൾ, 2 തകർന്നടിഞ്ഞ കുടുംബം, 3 സ്വസ്ഥത അനുഭവിക്കുന്ന കുടുംബം. നീറിപ്പുകയുന്ന കുടുംബം 60%, സ്വസ്ഥത അനുഭവിക്കുന്ന കുടുംബം 10%, തകർന്നടിഞ്ഞ കുടുംബം 30%. അർത്ഥം 100 കുടുംബത്തെ എടുത്താൽ അതിനകത്ത് 10 കുടുംബങ്ങൾ മാത്രമേ സ്വസ്ഥതയും സമാധാനത്തോടും കൂടി ജീവിക്കുന്നുള്ളൂ എന്ന ഒരു സർവേയുടെ റിസൾട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവന്നത്. അണുകുടുംബമായിരുന്നു കുറെ നാളുകൾക്കൊക്കെ മുൻപിൽ. അപ്പനും അമ്മയും മക്കളും ഭാര്യ ഭർത്താക്കന്മാർ കൊച്ചുമക്കൾ എങ്ങനെ ഒത്തിരി സന്തോഷമായി മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമാണ്. പക്ഷേ വിവാഹം ഇന്ന് ഡിവോഴ്സിന്റെ എണ്ണം വർദ്ധിക്കുന്നു. കുടുംബ കോടതികളിലും കൗൺസിലിംഗ് സെന്ററുകളിലും എത്തുന്നവരുടെ എണ്ണം ഒട്ടും കുറവല്ല. ഓരോ ദിവസവും അതിങ്ങനെ വർദ്ധിച്ചു പെരുകിക്കൊണ്ടിരിക്കുന്നു. പാശ്ചാത്യ നാടുകളിലുള്ള ഒരു സംസ്കാരം ഇന്ന് നമ്മുടെ കേരളത്തിനകത്തേക്കും കടന്നു വന്നു. നിസാര കാര്യങ്ങൾക്ക് പോലും വിവാഹബന്ധം അവിടുന്ന് വേർപെടുത്തുന്നു. തീർന്നില്ല കേട്ടോ. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ മക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കളെ കൊണ്ട് വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുവരുന്നു. നമ്മള് സംസ്കാര സമ്പന്നതയിൽ കേരളം ഇങ്ങനെ അത്യുച്ചകോടിയിൽ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുമ്പോൾ വൃദ്ധസദനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക, ആതുരശാലകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. ഒട്ടും കണ്ണിൽ ചോരയില്ലാത്ത അപ്പനും അമ്മയും മാതാപിതാക്കൾ തങ്ങളുടെ പിഞ്ചോമനകളെ അനാഥശാലകളിലേക്ക് കൊണ്ടുവിടുന്നു. എത്രയോ കണ്ണു നനയിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇന്ന് കേരളം നമ്പർ 1 ആണെന്ന് നമ്മൾ പറയുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ തെരുവോരങ്ങളിൽ കിടക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം എന്നാണെന്ന് അറിയാമോ? നമുക്ക് മറ്റൊരാളെക്കാട്ടിലും താഴാൻ പറ്റത്തില്ല. അവിടെയാണ് ഈഗോ, അവിടെയാണ് ഒരു ക്ലാഷ്, അവിടെയാണ് ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത്. എന്നെക്കാട്ടിലും ശ്രേഷ്ഠനാണ് എന്റെ അയൽവാസി, എന്നെക്കാട്ടിലും ശ്രേഷ്ഠനാണ് ഈ തെരുവിൽ സഞ്ചരിക്കുന്ന എന്റെ ബഹുമാന്യപ്പെട്ട പ്രിയമുള്ളവർ എന്ന് ഞാൻ ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ എവിടെയും നമുക്ക് താഴാൻ മനസ്സില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ പ്രോബ്ലങ്ങൾ നമ്മുടെ മുൻപിൽ ഇങ്ങനെ അവതരിച്ചുകൊണ്ടിരിക്കും. 2015 ഒക്ടോബർ മാസം 13-ാം തീയതി ഒരു വാർത്ത, ഒരു പത്രക്കട്ട് എന്റെ കയ്യിലേക്ക് അവിടെ നിന്ന് വന്നു. ഓസ്ട്രേലിയൻ മെൽബണിൽ നിന്നുണ്ടായ ഒരു കേസാണ്. പുനലൂര് സ്വദേശിയാണ്, പേര് സാം എബ്രഹാം, തന്റെ വൈഫിന്റെ പേര് സോഫിയ. ഒരിക്കൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ നിന്നും ഒരു ഫോൺ കോൾ പുനലൂര് ഗ്രാമത്തിലേക്ക് വന്നു. ഫോൺ എടുത്തത് തന്റെ അമ്മയാണ്. മരുമകൾ ഫോൺ എടുത്തോട്ട് പറഞ്ഞു, മമ്മി, സാം നമ്മളെ വിട്ടുപോയി. ഈ വാർത്ത കേട്ട് മറുവശത്തിരുന്ന് തന്റെ അമ്മ ബോധരഹിതയായി വീണു. കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഹൃദയസ്തംഭനം മൂലം തന്റെ ചെറുപ്പക്കാരനായിരിക്കുന്ന സുന്ദരനായ സാം എബ്രഹാം എന്ന് പറഞ്ഞ ഈ മകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഓസ്ട്രേലിയയിലെ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഭൗതിക ശരീരം പുനലൂരിലേക്ക് വന്നു. ആളുകൾ ഒത്തിരി ആ ഭൗതിക ശരീരം കാണാൻ വേണ്ടി വന്നു. ഈ ഭൗതിക ശരീരത്തിന് മുൻപിൽ സോഫിയ മോഹാലസ്യപ്പെട്ടു വീണു. അവളെ ആശ്വസിപ്പിക്കാൻ ഒത്തിരി കുടുംബ ബന്ധങ്ങൾ
അർത്ഥങ്ങൾ അടുത്തു വന്നു ചേർന്നു. എന്നാൽ വളരെ ക്ഷീണിതയായി കരഞ്ഞ് വിഷമിച്ചിരുന്ന സോഫിയയെ ആശ്വസിപ്പിച്ചു. കുറച്ച് നാളുകളൊക്കെ അവൾ പുനലൂരിലുള്ള തന്റെ വീട്ടിൽ ഇവിടെ നിന്ന് താമസിച്ചു. കുറെ നാളുകൾക്ക് ശേഷം ഓസ്ട്രേലിയയിലേക്ക് ഇവിടെ നിന്ന് മടങ്ങി. ഓസ്ട്രേലിയയിലുള്ള ഏറ്റവും സ്നേഹനിധികളായ മലയാളി അസോസിയേഷൻ ഏകദേശം 15 ലക്ഷം രൂപ അവരൊക്കെ ഡൊണേറ്റഡ് ആയിട്ട് സോഫിയയുടെ കയ്യിൽ കൊണ്ടുകൊടുത്തു. ഓസ്ട്രേലിയയിലെ മെൽബണിലെ പോലീസ് ആ വാർത്ത ഒട്ടും അവിടുന്ന് മറച്ചു വെച്ചില്ല. ഒരു സുപ്രഭാതത്തിൽ രാത്രി കഴിഞ്ഞുടനെ ആ വാർത്ത ഇങ്ങനെ പ്രസിദ്ധപ്പെടുത്തി. ഇങ്ങനെയാണ്: സോഫിയ ഓറഞ്ച് ജ്യൂസിനകത്ത് സൈനൈഡ് കലക്കി സാം എബ്രഹാം എന്ന് പറഞ്ഞ പുനലൂർ സ്വദേശിയായ തന്റെ ഭർത്താവിന് കൊടുത്തു. എന്താണ് ഇതിന്റെ കാരണം? ഒരു അഭീതമാണ്. എന്റെ വാക്ക് ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരോട്, എന്റെ ജ്യേഷ്ഠത്തിമാരോടും അനുജത്തിമാരോടും സഹോദരന്മാരോടും പറയാനുള്ളത്, കുടുംബജീവിതത്തിൽ വിശ്വാസം പരസ്പരം വേണം കേട്ടോ. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും വിശ്വസ്തരായിരിക്കണം. ഇന്ന് അവിഹിത ബന്ധങ്ങൾ ഒത്തിരി അങ്ങ് വിടുന്നു. ജോൺ സ്കോട്ട് എന്നറിയപ്പെടുന്ന ഒരു ഗ്രന്ഥകാരൻ തന്റെ ഒരു ആർട്ടിക്കിൾ എന്റെ മുൻപിൽ വന്നു. അതിനകത്ത് സ്കോട്ടിയ എന്നൊരു യവനപദം അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നു. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? വിവാഹത്തിന് മുൻപുള്ള ലൈംഗികത. അയ്യേ, ഉപദേശിയാണോ നിങ്ങൾ? ഇങ്ങനെയൊക്കെയാണോ തെരുവിൽ നിന്ന് പറയേണ്ടത്? എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരോട്, നമ്മുടെ മുൻപിൽ രാവിലെ വന്ന് വീഴുന്ന പത്രക്കെട്ട് നമ്മൾ എടുത്തു വായിക്കുമ്പോൾ വേദനിക്കുന്ന വാർത്തകളല്ലേ നമ്മൾ അറിയുന്നത്? എത്രയോ കുടുംബ ബന്ധങ്ങളാണ് ഉലഞ്ഞു പോകുന്നത്. അപ്പോൾ ഇത് തെരുവിൽ നിന്ന് പറയേണ്ടത് തന്നെയാണ്. കുടുംബ ബന്ധത്തിൽ ഏറ്റവും അനിവാര്യമായി വേണ്ടത് പരസ്പരം തമ്മിലുള്ള വിശ്വാസമാണ്. ഞാൻ പ്രസംഗിക്കുന്നതും അത് തന്നെയാണ്. എന്താണ് എന്റെ പ്രസംഗം എന്ന് പറയുന്നത്? പാപത്തിനെതിരാണ് ഞങ്ങളുടെ പ്രസംഗം. ഇനി മനുഷ്യ സമൂഹത്തിന് എതിരായി നിൽക്കുന്നത് എന്തോ അതിനെതിരാണ് ഞങ്ങളുടെ പ്രസംഗം. സാമൂഹ്യ നീതി അതിനെതിരായി നിൽക്കുന്നത് എന്താണോ അതിനെതിരാണ് ഞങ്ങളുടെ പ്രസംഗം. മാത്രമല്ല, തലമുറകളെ ഇല്ലാതാക്കുന്ന മദ്യം അതിനെതിരാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളെ വീണ്ടും ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ വീണ്ടും പണിയപ്പെടണമെങ്കിൽ ഈ സന്ദേശം നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അവിടുന്ന് കൊണ്ടുവരട്ടെ. നിങ്ങളുടെ മുൻപിലേക്ക് ഒരു കാര്യം കൂടെ കൊണ്ടുവരട്ടെ. 2008 പട്ടാമ്പിയിൽ ആമയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്ന ഒരു കൂട്ടക്കൊലപാതകം നിങ്ങളുടെ ചിലരുടെയെങ്കിലും ഓർമ്മയിൽ ഉണ്ടെന്ന് ഞാൻ അവിടുന്ന് വിശ്വസിക്കട്ടെ. എന്താണ് വാർത്ത? ജോണി എന്നാണ് ആ മനുഷ്യന്റെ പേര്. 5 പേരെ കൊന്നു, ഭാര്യയും 4 മക്കളെയും. മൂത്ത പെൺകുഞ്ഞിന് 12 വയസ്സ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. 12 വയസ്സുള്ള കുഞ്ഞ് ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആരാണ് ഇതിന്റെ പിന്നിൽ? സ്വന്തം അപ്പനാണ്. അവന്റെ പേര് ജോണി എന്നാണ്. ജോണിയോട് നമുക്ക് ചോദിക്കാം, സ്നേഹിത, എന്താണ് നിന്റെ മകളെ പോലും നിനക്ക് തിരിച്ചറിയാൻ കഴിയാതായി പോയത്? ആ മനുഷ്യൻ പറയും, ഞാനല്ല, മദ്യമാണ് ഇതിന്റെ പിൻപിൽ. തീർന്നില്ല കേട്ടോ. ഇന്ന് മദ്യ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. മദ്യ നിയമം അല്ലെ? ഇത് കൊണ്ടുവന്നപ്പോൾ ഏത് ചെറ്റക്കുടലിലും ഇരിക്കുന്ന കുറ്റിക്കാട്ടിലും ഇരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിലും ഈ മദ്യനയ നിയമം കൊണ്ട് എവിടെ ഇരുന്നാലും വളരെ സുലഭമായിട്ട് മദ്യം അവന്റെ വീട്ടിലേക്ക് അടുത്തി വരും. തീർന്നില്ല കേട്ടോ. തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു വാർത്ത കൂടി കൊണ്ടുവരട്ടെ. നേമത്ത് ഒരു വാർത്ത ഇങ്ങനെയാണ്. ഏകദേശം 72 വയസ്സ് പ്രായമുള്ള കിടപ്പ് രോഗിയായ അമ്മ, 45 വയസ്സുള്ള മകൻ ആ കിടപ്പ് രോഗിയായ അമ്മയെ മാനഭംഗപ്പെടുത്തി കൊന്നു. എന്താണ് ഇതിന്റെ പിന്നിലുള്ള ചേതോവികാരം? മദ്യമാണെന്ന്. മദ്യം മനുഷ്യനെ ഒരിക്കലും നന്നാക്കത്തില്ല. ഈ കഴിഞ്ഞ ഓണത്തിന്, ഈ തൊട്ടടുത്ത ഓണത്തിന് ഏകദേശം 12 ദിവസം കൊണ്ട് നമ്മുടെ കേരളം, നമ്മുടെ മലയാളികൾ വിറ്റഴിച്ചത്, കുടിച്ചു തീർത്തത് 920.74 കോടിയുടെ മദ്യമാണ്. ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെ. തിരുത്താം, കേരളം മദ്യപാനികളുടെ നാടാണ്. തിരുത്താം, കേരളം കൊലപാതകങ്ങളെ കൊണ്ട് നിറഞ്ഞ നാടാണ്. വിദേശികൾ കേരളത്തിലേക്ക് വന്നപ്പോ കേരളത്തിന്റെ പച്ചപ്പും തനിമയൊക്കെ കണ്ട് അവര് പറഞ്ഞു, ദിസ് ഈസ് ഗോഡ്സ് ഓൺ സൺ, ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണ്. എന്നാൽ ഈ കൺട്രിയുടെ സ്വഭാവമൊക്കെ മാറി. മൃഗവേഴ്ച, ശവഭോഗം, ലിവിംഗ് ടുഗദർ, പങ്കാളികളെ കൈമാറുന്ന വൈഫ് സ്വാപ്പിംഗ്, ഇങ്ങനെ മ്ലേച്ഛതകൾ ഒത്തിരി ഒത്തിരി പെരുകും. ഞാനൊരു ഹൈറേഞ്ചുകാരനാണ് കേട്ടോ. ഹൈറേഞ്ചിൽ ഞാൻ താമസിക്കുന്നത് ഏലപ്പാറയില. എന്റെ വീടിനടുത്ത് നിന്ന് ഒരു 15-18 കിലോമീറ്റർ അപ്പുറത്താണ് വണ്ടിപ്പെരിയാർ എന്ന് പറഞ്ഞ സ്ഥലം. ആ വണ്ടിപ്പെരിയാറ്റിൽ നടന്ന ഒരു വിഷയം നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരട്ടെ. ഒരു കൊച്ചു കുഞ്ഞിനെ ഒരുവൻ കൊന്നു. എന്നിട്ട് നിയമത്തിന് മുൻപിൽ നിന്ന് ആ മനുഷ്യൻ പറഞ്ഞു, ഇതിന്റെ കൊലപാതകി ആരാണെങ്കിലും മുൻപിൽ കൊണ്ടുവരണം. അവൻ മുൻപിൽ നിന്ന് കരഞ്ഞു. കാര്യങ്ങളൊക്കെ എല്ലാം മുൻപിൽ വന്നു. നിയമം വന്നപ്പോൾ ഇവനാണ് കൊന്നത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നമ്മളൊക്കെ കാണുന്ന മനുഷ്യരുണ്ടല്ലോ, മാസ്കിനകത്ത് നടക്കുന്നവരാ. അവർ ചിരിച്ചു കാണിക്കും പകൽ വെളിച്ചത്തിൽ. പക്ഷേ അവരുടെ അകത്ത് ഒരു മൃഗീയ സ്വഭാവമുണ്ട്. വിശുദ്ധ തിരുവെഴുത്ത് നിങ്ങളുടെ മുൻപിലേക്ക് ഒന്ന് കൊണ്ടുവരട്ടെ. മനുഷ്യൻ ദൈവസന്നിധിയിൽ നിന്ന് നഷ്ടമായി പോയാൽ അവൻ
നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനാകും. ഞാൻ പറയുന്നത് ഇസ്ലാമിക സഹോദരന്മാരെ, ഹൈന്ദവ സഹോദരന്മാരെ, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. ആ വാക്കുകളൊന്ന് തിരുത്തിയിട്ട് എന്റെ മനസ്സിലുണ്ടായ ഒരു വാക്ക് ഞാൻ പറയാം. ഇതൊരു മതപ്രസംഗമായിട്ട് എടുക്കരുത്, ഇതൊരു രാഷ്ട്രീയ പ്രസംഗമായിട്ട് എടുക്കരുത്. മതം ഏതുമായിക്കൊള്ളട്ടെ, നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാമെന്ന്. നമ്മുടെ തലമുറകൾ തെരുവിൽ വെട്ടേറ്റ് പിടഞ്ഞു വീഴുമ്പോൾ നഷ്ടമായി പോകുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കുമല്ല, ഒരു മതത്തിനുമല്ല. അമ്മേ, താങ്കൾക്കല്ലേ നഷ്ടമായി പോകുന്നത്? എന്നെ കേൾക്കുന്ന പിതാവേ, താങ്കൾക്കല്ലേ നഷ്ടമായി പോകുന്നത്? നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളല്ലേ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ പാഠപുസ്തകം ഇരിക്കേണ്ട ബാഗിനകത്ത് അവർ പിച്ചാത്തിയും കൊണ്ടാണ് നടക്കുന്നത്. അവരൊരു 10-11 പേര് ചേർന്ന് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു കൊച്ചു ചെറുക്കനെ ഉപദ്രവിക്കുന്നു, കൊല്ലുന്നു. ഈ അടുത്ത ദിവസം കൗൺസിലിംഗ് സെന്ററിൽ വന്ന ഒരു കത്തിന്റെ ഒരു ചെറിയ ഉള്ളടക്കം നിങ്ങളുടെ ശ്രദ്ധകളിലേക്ക് ഞാനൊന്ന് കൊണ്ടുവരട്ടെ. ഒരമ്മ വളരെ വേദനയോടെ ആ കത്ത് എഴുതിയിരിക്കുന്നു. എന്റെ മകന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അവന് 13 വയസ്സ് പ്രായമുണ്ട്. അവന്റെ ബാഗിനകത്ത് പാഠപുസ്തകത്തിന് പകരം ഇരിക്കുന്നത് അശ്ലീല ചുവയുള്ള പുസ്തകങ്ങളാണ്. തീർന്നില്ല, കൂട്ടുകാരുടെ നിർദ്ദേശപ്രകാരം തന്റെ അമ്മ കുളി കഴിഞ്ഞ് വസ്ത്രം മാറുന്നത് അത് മൊബൈൽ ഫോണിൽ പകർത്തുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ 2025 മാർച്ച് മാസം 9-ാം തീയതി ഞായറാഴ്ച മലയാള മനോരമ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു. കേരളം ഇങ്ങോട്ട് എന്തേ വാർത്ത? 59 ദിവസം കൊണ്ട് 65 കേസ്, 70 കൊലപാതകം, 2711 കേസ് കേരള പോലീസ് ഓപ്പറേഷൻ ഡി ഹണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ തലമുറകൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ തലമുറകൾക്ക് എന്താണ് പറ്റിയത്? ഇന്നും ശാസ്ത്രീയമായിട്ട് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നു. തലമുറകൾക്ക് എന്തു പറ്റി? ഒറ്റ കാര്യം, സമൂഹത്തിൽ നിന്ന് മദ്യം തുടച്ചു കളഞ്ഞാൽ, കഞ്ചാവിനെ തുടച്ചു കളഞ്ഞാൽ, മതത്തിന്റെ പേരിൽ തല്ലുന്നത് നിർത്തിയിട്ട് നമ്മൾ മനുഷ്യരായി ഒന്ന് ഒറ്റക്കെട്ടായി നിന്നാൽ നമ്മുടെ സമൂഹം നന്നാകുമെന്ന്. തീരുന്നില്ല കേട്ടോ. ഈ അടുത്ത സമയം ഒരു ചെറിയൊരു ആർട്ടിക്കിൾ എന്റെ കയ്യിൽ കിട്ടി. ആ ആർട്ടിക്കിൾ, അതിനകത്ത് എഴുതിയിരിക്കുന്ന മനുഷ്യന്റെ പേര്, ഹിസ് നെയിം മൈക്കിൾ. മൈക്കിൾ ഒരു മദ്യപാനത്തിന് അടിമയാണ്, കഞ്ചാവിന് അടിമയാണ്. പല പ്രാവശ്യമായി 5 വാഹനങ്ങൾ ഇടിച്ചു തകർത്തു. 5 വാഹനങ്ങൾ ഇടിച്ചു തകർത്ത് വീട്ടിൽ ചെന്ന് മൃഗത്തെ പോലെ പെരുമാറി. വീട്ടിലുള്ള തിങ്സ്, സാധനങ്ങൾ എല്ലാം ഉടച്ചു കളഞ്ഞു. താനല്ലാതായി മാറി. മക്കൾ വെത്തു, ഭാര്യ ഉപേക്ഷിച്ചു വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ ഭ്രാന്താശുപത്രിയിൽ കൊണ്ട് മൈക്കിളിനെ തള്ളി. ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്താണ് ട്രീറ്റ്മെന്റിന് വേണ്ടി പോയത്. ഔഷധത്തോടൊപ്പം കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരുന്നു. കൗൺസിലിംഗിനകത്ത് 12 മാർഗമുണ്ട് ഈ അഡിക്ഷനകത്ത് നിന്ന് പുറത്തു വരാനായിട്ട്. 7 മാർഗം കഴിഞ്ഞു. 8ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് തന്റെ ഹൃദയത്തിനകത്ത് ആരോടെങ്കിലും പകയുണ്ടെങ്കിൽ അത് ഒന്ന് അവരോടൊന്ന് വിളിച്ചൊന്ന് സംസാരിച്ച് ഒന്ന് രമ്യതപ്പെട്ടു പോകണം. മൈക്കിൾ ഇരുന്ന് ആലോചിച്ചപ്പം പകയുള്ള ഒരേ ഒരാൾ അപ്പനാണ്. എന്താണ് അപ്പനോട് ഇത്ര വൈരാഗ്യം? പട്ടാള ചിട്ടയോടെ വളർത്തി. കുഞ്ഞ് ഇവൻ സ്പോർട്സിൽ മത്സരിച്ച് ഫസ്റ്റ് മേടിച്ചുകൊണ്ട് വരുമ്പോ അപ്പൻ മൈൻഡ് ചെയ്യുന്നില്ല, അമ്മ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഇവൻ മൃഗസ്വഭാവമുള്ളവനായി മാറി. അപ്പൻ മദ്യപാനിയാണെന്ന് ഇവൻ തന്നെ വിലയിരുത്തി. അങ്ങനെ ഇവൻ മദ്യപാനത്തിലേക്ക് പോയി. മദ്യപിച്ച് നാശത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി. ഉടനെ തെറാപ്പിസ്റ്റായ ഡോക്ടർ മൈക്കിളിനോട് പറഞ്ഞു, നിന്റെ അപ്പൻ ഒരു കത്തെഴുത്. ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു മാർഗമുള്ള ഒരു കാലമല്ലായിരുന്നു. മൈക്കിൾ അവിടെ ഇരുന്ന് ഒരു കത്തെഴുതി. ഡാഡി, ലവ് യു, ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു, പക്ഷേ എനിക്കൊരല്പം പോലും സ്നേഹം താങ്കളിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇത് പറഞ്ഞ് കത്തെഴുതി. ചില ദിവസങ്ങളോളം വെയിറ്റ് ചെയ്തു അപ്പന്റെ മറുപടിക്ക് വേണ്ടി. 1-2 ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ തന്റെ സഹോദരി ഇങ്ങനെ ഒരു ഫോൺ കോൾ ഈ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു. എന്റെ കത്ത് പപ്പയുടെ കയ്യിൽ കിട്ടി, അത് വായിച്ചിട്ട് സങ്കടപ്പെട്ട് വിളിച്ചതായിരിക്കും. അപ്പൻ ആശുപത്രിയിലാണെന്ന് മകൾ പറഞ്ഞു. ഫോൺ താഴെ വെച്ചു. വീണ്ടും മൈക്കിൾ അവൻ ഗുണമായി. അവന്റെ സ്വഭാവമെല്ലാം മദ്യപാനത്തിൽ നിന്നൊക്കെ മാറി. ആശുപത്രിയിൽ അപ്പനെ കാണാൻ ചെന്നു. ഓടിച്ചെന്ന് അപ്പനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അപ്പനോട് പറഞ്ഞു ലവ് യു. അപ്പൻ തിരിച്ചു പറഞ്ഞു, മകനെ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു ചിന്തയുണ്ട്. നേരത്തെയൊക്കെ പുരുഷന്മാരായിരുന്നു മദ്യപിക്കുന്നത്. ഇപ്പോൾ സ്ത്രീ സമൂഹം മദ്യപിക്കാൻ തുടങ്ങി. സമൂഹത്തിന്റെ വളർച്ചയാണെന്ന് ചിന്തിക്കുന്നു. നോ നോ നോ, തെറ്റി കേട്ടോ, തെറ്റി. എവിടെയാണ് ഇന്നത്തെ സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? മൈക്കിളിനോട് തന്റെ അപ്പൻ പറഞ്ഞു, മൈക്കിളെ, നീ വിചാരിക്കുന്നത് ഞാൻ മദ്യപാനിയായിരുന്നു എന്നാ? അല്ല കേട്ടോ, നിന്റെ അമ്മ ആൽക്കഹോളിസ്റ്റ് ആയിരുന്നു. നിന്റെ അമ്മ മദ്യപിക്കുന്നയാളായിരുന്നു. അവളോടുള്ള അമർഷമാണ് ഞാൻ നിന്നോട് ഇവിടുന്ന് പ്രകടിപ്പിച്ചത്. പ്രിയരെ, മദ്യം നമുക്ക് നാശം വരുത്തത്തേയുള്ളൂ.
മദ്യപിച്ച് ലക്ഷക്കണക്കിന് സമ്പാദിച്ച ഒരാളെ നമുക്ക് ഉദാഹരണമായി കാണിക്കാൻ പറ്റുമോ? മദ്യപിച്ച് വീട് പണിത ഒരാളെ നമുക്ക് അവിടുന്ന് കാണിക്കാൻ പറ്റുമോ? മദ്യപിച്ചാണ് ഞാൻ ഈ നല്ല നിലയിൽ എത്തിയതെന്ന് ഒരാൾക്ക് പറയാൻ കഴിയുമോ? ഇല്ല. എന്നാൽ മദ്യപിച്ച് കുടുംബം തകർന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് തെളിവുകൾ എന്റെ പക്കൽ അവിടുന്നുണ്ട്. ആ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പുന്നമുട്ടിലുള്ള ബഹുമാന്യരായ എന്റെ മാതാപിതാക്കളോട് ഈ വൈകുന്നേര സമയം ഞങ്ങൾ ഇങ്ങനെ മൈക്കും സൗണ്ടും വെച്ചവിടുന്ന് പറയുന്നത്. തീർന്നില്ല കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന ലൈംഗിക അതിക്രമങ്ങൾ, കഞ്ചാവ്, ഹാഷിഷ്, മരിഞ്ചുവാന, ഇങ്ങനെ പോകുമെന്ന് തലമുറകൾ നാശത്തിലേക്കാണ്. എന്തേ നമ്മുടെ തലമുറകൾ ഇങ്ങനെ? ഒരു കാര്യം കൂടെ പറഞ്ഞ് എന്റെ വാക്കുകൾ ഞാൻ അവിടെ നിന്ന് വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന അപ്പൻ പോക്കറ്റിൽ നിന്ന് മകനോട് പറഞ്ഞു, പോക്കറ്റിൽ 100 രൂപയുണ്ട്, എടുത്തോണ്ട് കടയിൽ ചെന്ന് സിഗരറ്റ് വാങ്ങിച്ചോണ്ട് വാ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുരുന്നിന്റെ കയ്യിൽ 100 രൂപ കൊടുത്ത് സിഗരറ്റ് വാങ്ങിക്കാൻ വിട്ടു. സിഗരറ്റ് അവന്റെ കയ്യിൽ കിട്ടിയപ്പം അതിന്റെ സ്മെല്ല് അതിനകത്തുണ്ടായിരുന്നു. അപ്പാ, താങ്കളോട് എനിക്ക് പറയാനുള്ളത്, താങ്കളുടെ മകൻ കഞ്ചാവിനടിമയാകാൻ കാരണം താങ്കളാണ്. പഠിക്കേണ്ട സമയത്ത് പുസ്തകം വെച്ചു കൊടുക്കേണ്ടതിന് പകരം സിഗരറ്റ് വാങ്ങിച്ചോണ്ട് വാ, ബീഡി വാങ്ങിച്ചോണ്ട് വാ എന്ന് പറഞ്ഞ് താങ്കളുടെ തലമുറയെ നാശത്തിലേക്ക് വിട്ടത് തന്നെ താങ്കളാണ്. ഒരു ചോദ്യവും കൂടെ നമ്മുടെ വീടിനകത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ ബഹുമാന്യരായ മാതാപിതാക്കളോട് ചോദിക്കുന്നു, താങ്കൾ മാതൃകയുള്ളവരാണോ? പൂർണ്ണ നഗ്നരായ മാതാപിതാക്കൾ അർദ്ധനഗ്നരായ മക്കളെ ഉപദേശിക്കുന്നു. എങ്ങനെ തലമുറ ശരിയാകും? എങ്ങനെയാണ് തലമുറകൾ ശരിയാകുന്നത്? ഒറ്റ വസ്തുത കൂടി ചേർത്ത് വെച്ച് നിർത്തട്ടെ. അതിഥി സുഹൃത്തിന്റെ വീട്ടിലേക്ക് വർഷങ്ങൾ കഴിഞ്ഞു വന്നു. അതിഥി വന്നപ്പോൾ ആതിഥേയൻ പറഞ്ഞു, നീ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു വന്നതല്ലേ, നമുക്ക് ഒരുമിച്ച് ഒന്ന് റൗണ്ട് ഒക്കെ അടിച്ചിട്ട് വരാം. ഇങ്ങനെ കറങ്ങാൻ പോയപ്പോൾ വളരെ മനോഹരമായ വാസ്തുശില്പ വിദ്യ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഒരു സൗധം കണ്ടു. ഈ ആതിഥേയൻ പറഞ്ഞു, എത്ര മനോഹരമാണ് ആ വീട്. ആതിഥേയൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവിടേക്ക് പോകാം, നിനക്ക് അതിനകത്ത് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ആതിഥേയൻ പറഞ്ഞു, പുറത്ത് കാണുന്ന പുറം മൂടിയേ ഉള്ളൂ, അകത്ത് അപ്പനും അമ്മയും വിവാഹബന്ധം വേർപെട്ട് കഴിയുന്നു. മക്കൾ, മൂത്തവൻ കുടിയൻ, രണ്ടാമത്തവൻ മാനസിക രോഗി, മൂന്നാമത്തവൻ കൂലിത്തല്ലായിട്ട് നടക്കുന്നു. അകത്ത് കയറി കാണണോ? ബഹുമാന്യരെ, പല വീടുകളും നമ്മളുടെ നോട്ടത്തിനകത്ത് ഇങ്ങനെ കാണാനൊക്കെ ഭയങ്കര സൗധമാണ്, മോടിയാണ്. പക്ഷേ നമ്മൾ ആ വീടിനകത്തേക്ക് പ്രവേശിച്ചാൽ അതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് ആ മദ്യപാനങ്ങളൊക്കെ വിട്ടൊഴിയാം. നല്ലൊരു ജനറേഷൻ എഴുന്നേറ്റ് വരട്ടെ. ഭാരതത്തിന്റെ ബാക്ക് ബോൺ ആണ്, നട്ടെല്ലാണ് യുവാക്കന്മാർ, യുവതികൾ എന്ന് പറയുന്നത്. ഇന്ന് സോഷ്യൽ മാധ്യമങ്ങളിലൂടെയും അതിനകത്ത് വന്ന് ഇഷ്ടമുള്ള ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങൾ പറയാൻ ഒരു മടിയും നമ്മുടെ തലമുറകൾക്കില്ല. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഒരു കൂട്ടം തലമുറകൾ സമരം നടത്തി. സമരത്തിന്റെ ആപ്തവാക്യം കണ്ടന്റ് എന്താണെന്ന് അറിയണ്ടേ? ഞങ്ങൾ പ്രായമുള്ളവർ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരോടൊപ്പം കിടന്നുറങ്ങാൻ അനുവാദം തരണം. നമ്മുടെ തലമുറകൾ എത്രത്തോളം അതപ്പതിച്ചു പോയില്ലേ? ഈ തലമുറകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബ്രദറെ, പാസ്റ്ററെ, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ. എന്റെ കുഞ്ഞ്, എന്റെ ഭർത്താവ് മദ്യപാനത്തിന് അടിമയാണ്. എന്താണ് ഇതിനകത്തുള്ള ഒരു പരിഹാരം? ഡി അഡിക്ഷൻ സെന്ററിൽ ഞങ്ങൾ കൊണ്ടുപോയി, ഒത്തിരി ധ്യാന കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി, മാറ്റമില്ല. എത്രയോ മരണങ്ങൾ നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ടല്ലേ? എന്താ ഞാൻ ഇതിനെതിരായിട്ട് പ്രസംഗിക്കുന്നതെന്നറിയാമോ? എന്റെ സഹോദരന്മാർ മദ്യപാനത്തിന് അടിമയായിരുന്നു. LLB പഠിച്ചിട്ടുള്ളയാളാ, കൊട്ടേഷനകത്ത് പോയിരുന്നയാളാ. മദ്യപിച്ച് അവർ ആത്മഹത്യയിലേക്ക് പോയി. അന്ന് ഞാൻ തീരുമാനിച്ചു, മദ്യത്തിനെതിരായി ഞാൻ പ്രസംഗിക്കുമെന്ന്. തകർന്ന കുടുംബത്തിനകത്തുള്ള ഒരാളാ ഞാനും. എന്റെയും കരങ്ങളിൽ ആയുധവുമായിട്ട് നടന്ന ഒരാളാ ഞാൻ. പീരുമേട് പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ കേസ് പോലും ഉണ്ടായിരുന്നു. 37ാമത്തെ വയസ്സിൽ 2 കുഞ്ഞുങ്ങളുടെ അപ്പനായി ഞങ്ങൾ കുടുംബമായിട്ടാണ് ഇന്ന് ഈ തെരുവിൽ വന്നു നിന്ന് പ്രസംഗിക്കുന്നത്. കാരണം യേശുവിന്റെ സ്നേഹമാണ്. ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ പരിഹാരമുണ്ടാകാൻ കഴിയും? ഞങ്ങളുടെ കുടുംബമാകപ്പാടെ തകർന്നു. സമൂഹത്തിലേക്ക് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. നിങ്ങൾ പറയുന്നത് ശരിയാണ്, പക്ഷെ എന്താണ് പരിഹാരം? ഒറ്റ പരിഹാരം, യേശുക്രിസ്തു മാത്രം. യേശുക്രിസ്തു മാത്രം. എന്താണ്? സർവ്വലോകത്തിലും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം നിങ്ങളോട് പറയാം. ലൂക്കോസിന്റെ സുവിശേഷം 2:10-11 വാക്യങ്ങൾ. അതിങ്ങനെയാണ്, യേശുക്രിസ്തു ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. ഒരു കുടുംബത്തിലെ അംഗമാകാൻ പരിചയമല്ല നമുക്ക് വേണ്ടത്, നമ്മൾ ജനിക്കണം. അവനെ വിശ്വസിച്ച് അവന്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവർ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. പാസ്റ്ററെ, നിങ്ങൾ പറയുന്നത് ശരിയാ, പക്ഷെ എന്താണ് ഇതിനകത്തൊരു പരിഹാരം?
ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ മതമൊന്നും മാറണ്ട, ഒരു പശ്ചാത്തലവും നിങ്ങൾ മാറണ്ട. നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് അത് കടകളിലായിക്കൊള്ളട്ടെ, വീടുകളിലായിക്കൊള്ളട്ടെ, വാഹനങ്ങളിലായിക്കൊള്ളട്ടെ, ഒന്ന് കണ്ണടയ്ക്കാമോ? താങ്കൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങളുടെ ഈ പുന്നമൂട്ടിലുള്ള എല്ലാ ബഹുമാന്യരായ ദേശസ്നേഹികൾ, വ്യാപാര സമുച്ചയങ്ങളിൽ ഇരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, വ്യാപാര കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, സഞ്ചാരികൾ എല്ലാവരെയും, വാഹനമോടിക്കുന്ന ഡ്രൈവേഴ്സ്, ഞങ്ങളുടെ സഹോദരങ്ങൾ, പിതാക്കന്മാർ എല്ലാവരെയും ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. മദ്യപാന നിമിത്തം തകർന്നുപോയ കുടുംബമുണ്ട്. ദൈവം അതിനകത്ത് നിന്ന് അവരെ പുറത്തു കൊണ്ടുവരണം. സമാധാനമില്ലാതെ തകർന്നുപോയ കുടുംബമുണ്ട്. ദൈവം അതിനകത്ത് നിന്ന് അവരെ പുറത്തു കൊണ്ടുവരണം. ഞങ്ങൾ ഒരിക്കൽ കൂടി ഈ പുന്നമൂട് പ്രദേശത്ത് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വ്യാപാര സമുച്ചയങ്ങളിൽ അവർക്ക് നല്ല വ്യാപാരം ഉണ്ടാകട്ടെ. ഒരു ആക്സിഡന്റും ഈ പട്ടണത്തിനകത്തുണ്ടാകരുത്. വാഹനം ഓടിക്കുന്ന സകല ഞങ്ങളുടെ സഹോദരങ്ങളെയും എല്ലാ പിതാക്കന്മാരെയും പ്രാർത്ഥിച്ച് ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഒരു അനിഷ്ട സംഭവവും ഈ പൈനമൂടിൽ ഉണ്ടാകുവാൻ ദൈവം സമ്മതിക്കരുത്. പുന്നമൂടിലെ സ്വദേശികളെ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇതുവരെ ഞങ്ങളുടെ വാക്ക് ശ്രദ്ധിച്ച പുന്നമൂട്ടിലുള്ള എല്ലാ ദേശസ്നേഹികളെയും ഒറ്റ വാക്കിൽ ക്രിസ്തുയേശുവിന്റെ മാന്യമായ നാമത്തിൽ നന്ദി പറയുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.